പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും മുനാഫിക്കുകൾ അവരാരാണെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ. 3 അടയാളങ്ങളെയാണ് അല്ലാഹു ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. 3 അടയാളങ്ങളാണ് മുനാഫിക്കുകൾ കപടവിശ്വാസികൾക്ക് അല്ലാഹു വരച്ചു കാട്ടുന്നത്. ഈ അടയാളം നമ്മളിലുണ്ടോ? മാറ്റണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى. മുനാഫിക്കുകളാകുന്ന ആളുകൾ, കപടവിശ്വാസികളാകുന്ന ആളുകൾ അവർ നിസ്കരിക്കാൻ നിന്നാൽ അലസന്മാരാണ്, മടിയന്മാരാണ്. യുറാഊനന്നാസ്, അവർ ജനങ്ങളെ കാണിക്കാൻ നിസ്കരിക്കുന്നവരാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ഒന്നാമത്തെ അടയാളം അല്ലാഹു പറഞ്ഞത് എന്താണ്? അവർ അലസന്മാരും മടിയന്മാരുമാണ്. നിസ്കരിക്കാൻ അലസത, മടി. ആർക്ക്? മുനാഫിക്കുകൾക്ക്. അത് നമ്മളിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുക. ഉണ്ടെങ്കിൽ ആരാണ് നമ്മൾ? മുനാഫിക്കാണ്. അല്ലാഹു കാക്കട്ടെ. നിസ്കരിക്കാൻ അലസതയോ മടിയോ ഉണ്ടോ നമുക്ക്? ഓരോരുത്തരും ചിന്തിക്ക്. അതല്ല, നല്ല താല്പര്യമാണോ ഉള്ളത് എങ്കിൽ നമ്മൾ എന്താണ്? മോമിനാണ്. താല്പര്യമില്ല, അലസതയും മടിയുമാണ് നമുക്കുള്ളത് എങ്കിൽ, നമ്മുടെ മക്കൾക്കുള്ളത് എങ്കിൽ, അവർ ഇപ്പോൾ നിലകൊള്ളുന്നത് ആരായിട്ടാണ്? മുനാഫിക്കായിട്ടാണ്, കപടവിശ്വാസിയായിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ അടയാളം 3 അടയാളമാണ് കപടവിശ്വാസിക്ക് അല്ലാഹു എടുത്തു പറഞ്ഞത്. ഖുർആനിലാണ് കേട്ടോ, ഹദീസുകൾ വെച്ചുകൊണ്ട് ഒരുപാടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് വീണ്ടും പറയുകയാണ്, വൈദാ ഖാമൂ ഇലാ സ്വലാത്തി ഖാമൂ കുസാലാ യുറാഊനന്നാസ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവനാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നവനാണ്. ജനങ്ങളെ കാണിക്കുക, അതാണ് രണ്ടാമത്തെ അടയാളം പറഞ്ഞത്. അതെല്ലാ തലത്തിലും നിസ്കരിക്കുക, നോമ്പൊടിക്കുക, എല്ലാ കാര്യങ്ങളും, ഏത് കാര്യങ്ങളും എടുത്തു നോക്കിയാലും അങ്ങനെ. ചില ആളുകളുണ്ട്, പള്ളിയിൽ വരും, ഉസ്താദിനോട് സംസാരിക്കും. അതേ റജബ് മാസമാണ്, അതെ റജബ് മാസമാണ്, അൽഹംദുലില്ലാ. ഞാനതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഇന്ന് നോമ്പ് പിടിച്ചിരിക്കുക. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണല്ലോ, അതുകൊണ്ട് ഞാൻ നോമ്പില്ല ഉസ്താദ്. ഞാൻ പിന്നെ വ്യാഴാഴ്ച ഞാൻ സ്ഥിരമായി പിടിക്കാറുണ്ട്. പിന്നെ ഞാനെന്നാ ഉസ്താദ് അങ്ങോട്ട് പൊയ്ക്കോട്ടെ, വന്നെ ഉസ്താദിൻ്റെ റൂമിലോട്ട് കയറി വന്ന, പിന്നെ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കാം. ഞാനവിടെ പൊയ്ക്കോട്ടെ അല്ലേ? എന്താ? അത് എനിക്ക് കുറച്ചൊരു ഖുർആൻ ഞാൻ ഖത്തം തീർക്കുന്നുണ്ട്. ഡെയിലി ഞാൻ ഒരു 5 ജുസ് വെച്ച് ഓതും. അപ്പോൾ അതങ്ങോട്ട് തീർക്കാൻ വേണ്ടിയാണ്. ഇവൻ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവൻ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളും എടുത്തു പറയാം. ഇത് ചെയ്യുന്നില്ലായിരിക്കും, എന്നാലും സംഭവം കാര്യം മൊത്തം ഉസ്താദിനെ അറിയിച്ചു കൊടുക്കുക. അതാണ് ഉദ്ദേശം. ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയാണ്. ഇതുപോലെ തന്നെ സ്ത്രീകളിലും ഉണ്ട്. ഉസ്താദെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിക്ർ ചെല്ലാൻ തരണം. ഉസ്താദ് പറയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. അത് ഉസ്താദ് ഞാൻ 20,000 ഞാൻ ചെല്ലുന്നത്, വേറെ വല്ലതും ഉണ്ടോ ഉസ്താദെ? ഇതിലായില്ലേ? അപ്പോൾ ഉസ്താദ് പറയാം എന്നാൽ പിന്നെ ഒരു സ്വലാത്ത് ഒരു 100 ചെല്ലിക്കും. സ്വലാത്ത് ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നതിനും 25,000 ചെല്ലും. ഉസ്താദ് എത്ര ചെല്ലും ഉസ്താദെ? ഇങ്ങനെയാണ്. പിന്നെ ഉസ്താദിനോട് ചോദിക്കാൻ വരണ്ടായിരുന്നു. ഇങ്ങനെ വെറുതെ വിടല്. അതായത് ജീവിതത്തിൽ ഒരു സ്വലാത്തും ഇല്ല, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, എങ്കിലും ഉസ്താദുമാരുടെ മുന്നിൽ ഞാൻ വലിയ അമൽ ചെയ്യുന്നവളാണെന്ന് അറിയിക്കാൻ വേണ്ടി അങ്ങനെ വരിക. പണ്ട് ആയിഷ ബീവി അടുക്കൽ ഒരു സ്ത്രീ വന്നു. ഹദീസിലുണ്ട്, ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവിയുടെ വീട്ടിൽ അഥവാ മുത്തുനബിയുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു സഹോദരി വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, എന്തോ സംസാരിക്കാൻ വേണ്ടി നബി തുടങ്ങിയോണ്ട് ആയിഷ ബീവി പറഞ്ഞു, അവിടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, ഭയങ്കര ഇബാദത്ത, വഹിയ ദാക്കിറത്തുൻ ആബിദ, ഭയങ്കര ദിക്ർ ചെല്ലുന്നവളും ഭയങ്കരമായി ഇബാദത്ത് എടുക്കുന്നവളുമാണ്, സ്വായിമ, നോമ്പനുഷ്ഠിക്കുന്നവളാണ്, നോമ്പിലാ വന്നിരിക്കുന്നത്, ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു. നമ്മളും പറയാറുണ്ടല്ലോ അവിടെ ഒരു ജിന്നുമ്മ ഉണ്ട്, ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത്. സംഭവം ബാഹുബലി കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് രാത്രി ഇറങ്ങി ഭയങ്കര ദിക്ർ ആണെന്ന് കാണിച്ചുകൊണ്ടിരിക്കും. സർവ്വ സിനിമയും കാണും, സീരിയലും കാണും, എന്നിട്ട് രാത്രി ആകുമ്പോൾ പച്ച പതിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, ഹാ ഹൂ ഹി എന്ന്. അതായിരിക്കും പരിപാടി. എന്നാലും പെണ്ണുങ്ങൾ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കി കളയും. അങ്ങനെയുള്ളവരടുത്തൊന്നും നമ്മൾ പോകണ്ട. എന്തുകൊണ്ട്? ഇന്ന് 99 മുക്കാലും അതിനപ്പുറവും പെശകാണ്, സാമ്പത്തിക ചൂഷണമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സാമ്പത്തിക ചൂഷണം വേറൊന്നുമല്ല. അത് നിങ്ങൾ പോയി നോക്കുമ്പോൾ അറിയാം, ഒരു വട്ടം പോകുമ്പോൾ തന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ഇന്നതുകൊണ്ട് ഇത്രയും സംഭവങ്ങളായിട്ട് വരാനാണ് പറയുന്നത്. പൈസയാണ് ആവശ്യപ്പെടുക, വേറൊന്നുമില്ല. അല്ലാതെ ഖുർആൻ ഓതി നമ്മളെ ചികിത്സിക്കുകയോ അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ തരികയോ ഇതൊന്നും അല്ലല്ലോ. നമ്മളോട് സാമ്പത്തികമായി ആവശ്യപ്പെടുക.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഇതേപോലെ പറഞ്ഞു. ആര്? ആയിഷ ബി പറഞ്ഞു. ഭയങ്കര സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈകുന്ന ബിമാ തുഖിന, സ്ത്രീകളെ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ, ആവശ്യമില്ലാത്ത എടുക്കണ്ട. കലിമത്തു സജ്രിൻ, ആവശ്യമില്ലാത്ത വർത്തമാനം പറയണ്ട. ഇതൊന്നും ചെയ്യാൻ നിങ്ങളോട് ആരാ പറഞ്ഞിട്ടുള്ളത്? മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ ദിവസവും നോമ്പാണ് ആ പെണ്ണിന്, എല്ലാ ദിവസവും ഭയങ്കര നിസ്കാരവും രാത്രി. നബി തങ്ങൾ പറഞ്ഞ ആവശ്യമില്ലാത്ത പണിക്ക് നിങ്ങൾ നിൽക്കരുതേ മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെയ്യാൻ ഇതാ മതി. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു പെണ്ണ് ചോദിച്ചല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അള്ളാഹിന്റെ റസൂലെ നമ്മൾ എന്ത് ചെയ്താൽ രക്ഷപ്പെടും? നബി തങ്ങൾ എന്താ പറഞ്ഞത്? റമദാനിൽ നോമ്പ് മുഴുവൻ നീ എടുക്ക്, 5 വഖത്ത് നിസ്കാരം നീ നിർവഹിക്ക്, നിന്റെ ഭർത്താവിനനുസരിച്ച് നീ ജീവിക്ക്, നീ സ്വർഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആവശ്യമില്ലാത്ത പണിയെടുക്കണമെന്നല്ല, കുറഞ്ഞ പണിയെടുത്താൽ മതി എന്നാ നിനക്കളവ് വന്നത്. കുറഞ്ഞ പണിയെടുത്താൽ മതി. ചില പെണ്ണുങ്ങൾ പറയും, അല്ലോ ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്നില്ലല്ലോ, ജുമായ്ക്ക് ഞങ്ങൾക്ക് പള്ളി വരാൻ കഴിയുന്നില്ല. അതെന്താ? നിങ്ങൾക്ക് ഇളവ് തന്നതല്ലേ. സത്യത്തിൽ നിങ്ങളെന്താ ചിന്തിക്കാത്തത്? പുരുഷന്മാർക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? ജുമായ്ക്ക് പള്ളിയിൽ തന്നെ വരണ്ടേ അവർ കൃത്യമായി? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ എത്തലും നിർബന്ധമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇളവാ തന്നത്, അല്ല നിങ്ങൾക്ക് കൂലി നിഷേധിക്കല്ല. നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾ വീട്ടിൽ ഓർക്കരിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന്. അപ്പം അത് വേണ്ട, ഞങ്ങൾക്ക് വരണം, പള്ളി വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എങ്ങനെ ശരിയാ? ജാമിദ ടീച്ചറിന്റെ മാതിരി ഒരു വെള്ളിയാഴ്ച നടത്തിയുള്ളൂ, പിന്നത്തെ വെള്ളിയാഴ്ച ഹൈലായി പോയി, പിന്നെ ഇല്ല കാര്യം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന ചില വിഷയങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ഇടയിൽ ചിന്തിക്കുന്നവരുണ്ട്. കാരണം ഞങ്ങളെ തളച്ചിട്ടിരിക്കുകയാണ്, ജുമായ്ക്ക് വരാൻ ഞങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞു, ജമാഅത്തിന് വരണ്ട എന്ന് പറഞ്ഞു. എന്താ സംഭവം? ഞങ്ങളെ തളച്ചിട്ട്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഇളവ് തന്നതാണ്. നിങ്ങൾ ഭർത്താവിനനുസരിച്ച് നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിച്ച് നിങ്ങൾ റാഹത്തായി ജീവിതം നയിക്ക്, വീട്ടിൽ ഭക്ഷണം വെച്ച് മക്കളെ പരിലാളിച്ച് റമദാനിലെ നോമ്പ് പിടിച്ച് നിങ്ങൾ അങ്ങനെ തക്കുവെച്ച് ജീവിച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്വർഗം. നിങ്ങൾ പുറത്തിറങ്ങി ഭർത്താവ് കഷ്ടപ്പെടുന്നത് പോലെ പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കണമെന്ന് പരിശുദ്ധ ദീൻ നിങ്ങളോട് കൽപ്പിക്കുന്നില്ല. ചിന്തിക്കണം നമ്മൾ. നിങ്ങൾക്ക് ഇളവ് നൽകിയതാണ്, അല്ലാതെ നിങ്ങളെ ഒരിക്കലും പീഡിപ്പിക്കുകയോ നിങ്ങളെ ഒരിക്കലും തഴന്താഴ്ത്തുകയോ ചെയ്തതല്ല. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ സ്വാലിഹത്തുകൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആൻ പറയാണ്, 3ാമത്തെ ഉദാഹരണം മുനാഫിക്കിന്റെ. ഒന്നേതാണ്? അള്ളാഹുവിലേക്ക് അവർ നിസ്കരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അലസന്മാരും മടിയന്മാരുമാണ്. അലസതയോടുകൂടിയാണ് അവർ നിസ്കരിക്കുക. 2ാമത്തത്, അവർ അള്ളാഹുവിനെ നിസ്കരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഇബാദത്തെടുക്കുന്നത് തന്നെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇബാദത്തെടുക്കുന്നവരാണ്. 3ാമത്തത്, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിനെ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഓർക്കുക, അള്ളാഹുവിനെ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് സ്മരിക്കുക. വളരെ കുറഞ്ഞ സമയമേ അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നുള്ളൂ. ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഈ 3 ഒന്ന് അവലോകനം നടത്തി നോക്ക്. ശരിയാണോ അല്ല? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് മടിയില്ലേ, അലസതയില്ലേ? ഉണ്ട്. 2ാമത്തത്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയില്ലേ? അല്പം സ്വല്പമൊക്കെ ഇല്ലെന്ന് പറയാൻ പറ്റൂല, എന്നല്ല ചിലർക്ക് ചിലപ്പോൾ മുഴുവനായിട്ടും ഉണ്ടാവും. 3ാമത്തത് വളരെ കുറഞ്ഞ സമയം മാത്രമേ അള്ളാഹുവിനെ സ്മരിക്കുന്നുള്ളൂ. നിസ്കരിക്കുന്നുള്ളൂ എന്നല്ല, അള്ളാഹയെ സ്മരിക്കുന്നുള്ളൂ എന്നാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. അള്ളാഹുവിനെ സ്മരിക്കുന്നത് കുറഞ്ഞ സമയം മാത്രമാണ്. നിസ്കാരത്തിലൂടെ ആകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ റബ്ബിനെ സ്മരിക്കാൻ വേണ്ടി നമ്മളൊരു സമയം നീക്കി വെച്ചിട്ടുണ്ടോ? ആകെ ഉള്ളത് നിസ്കാരത്തിലാണ്. ആ നിസ്കാരത്തിൽ പോലും നമ്മൾ അലസതയാണ്. ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ പോലും അള്ളാഹ് എന്നുള്ള ഒരു ചിന്ത, ഇന്നത്തെ ദിവസം നമ്മൾ 5 വഖത്ത് നിസ്കരിച്ചവരായിരിക്കും. അള്ളാഹ് എന്നുള്ള ചിന്ത ആ നിസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നമുക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. ബാക്കിയുള്ളതൊക്കെ വന്നിട്ടുണ്ടാവും. കച്ചവടം വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ നിസ്കരിച്ചവരുണ്ടാകും. ഉമ്മ പൊരിച്ചമീൻ ഇപ്പുറത്തോട്ട് മറിച്ചിടുക, അള്ളാഹു തീരല്ലേ എന്ന് കരുതിയിട്ട് ഓടി നിസ്കാരം പൂർത്തീകരിച്ചവരുണ്ടാവും. കുക്കറിൽ ഫീസിൽ വെച്ച് അടിക്കുന്നത് എണ്ണം കണ്ടുകൊണ്ട് കൈകെട്ടി നിസ്കരിക്കുന്ന സഹോദരിമാരുണ്ട്. 4 5 6 7 വേഗം നിസ്കാരം തീർക്കണം, അല്ലെങ്കിൽ ഇറച്ചി വല്ലാതെ വെന്ത് പൊടിഞ്ഞു പോകും, മുലേർക്ക് കൊടുക്കണ്ട, ഈ ചിന്താഗതി നിസ്കരിക്കുന്നവരുണ്ടോ? ഞാൻ വെറുതെ പറയല്ല. ഇങ്ങനെ നിസ്കാരത്തിൻ്റെ ഓരോരുത്തരുടെ ഓരോ മൈൻഡ്, കച്ചവടത്തിൻ്റെ മൈൻഡ്, ഓരോ തിരക്കുകൾ, അതിൻ്റെ കണക്ക് വരവുകൾ, ആളുകൾ വരാനായിരിക്കുന്നു, ഇന്നത് വരാൻ, കൈ കെട്ടിക്കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ചിന്ത വരികയാണ്. അള്ളാഹ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലില്ല. ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, കുറഞ്ഞ സമയം മാത്രമേ അള്ളാഹുവിനെ നമ്മൾ സ്മരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നത് വളരെ കുറഞ്ഞുപോയി. ഇത് തന്നെയാണ് പിശാച് അള്ളാഹുവിൻ്റെ മുന്നിലെത്തി ശപഥം ചെയ്തു പറഞ്ഞതും.
സ്വർഗത്തിൽ അള്ളാഹു പുറത്താക്കിയല്ലോ, ആകാശലോകത്തുനിന്ന് അള്ളാഹു ആട്ടി ഓടിച്ചപ്പോൾ സുജൂദ് ചെയ്യാത്തതാകുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹിയെ ആട്ടി ഓടിച്ചപ്പോൾ അൻദിർനി ഇലാ യൗമി യുബഅസൂൻ, പുനർജീവിപ്പിക്കുന്ന നാൾ വരെ എൻ്റെ ശിക്ഷയൊന്ന് പിന്തിക്കണേ എന്ന് റബ്ബിനോട് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു നിനക്ക് ഞാൻ സാവകാശം ചെയ്തിരിക്കുന്നു, നാളെ പുനർജീവിപ്പിക്കുന്ന നാളിലെ നിന്റെ ശിക്ഷ ഞാൻ എടുക്കുകയുള്ളൂ, ഇപ്പം ഞാൻ നിന്നെ ശിക്ഷിക്കൂല എന്ന് പടച്ച റബ്ബ് പറഞ്ഞപ്പോൾ അള്ളാന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞ വാക്കിതാണ്. എന്താ പറഞ്ഞത്? قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവേ, നീ എന്നെ പിന്തിച്ചതായ കാരണം കൊണ്ട് തന്നെ നിന്നോട് ഞാനിതാ തുറന്നടിച്ച് പറയുകയാണ്, തീർച്ചയായും നിന്റെ ദാസന്മാരെ പിഴപ്പിക്കാൻ വേണ്ടി ഞാൻ സിറാത്തുൽ മുസ്തഖീമിൽ അഥവാ നേരായ പാതയിൽ ഋജുവായ മാർഗത്തിൽ ഞാനിരിക്കും. അവരുടെ മുന്നിലൂടെ ഞാൻ പിഴപ്പിക്കാൻ ചെല്ലും അല്ലാഹ്, വമിൻ ഖൽഫിഹിം അവരുടെ പിറകിലൂടെ ചെല്ലും അല്ലാഹ്, വഅൻ യമീനിഹിം വഅൻ ശമാഇലിഹിം അവരുടെ വലതു ഭാഗത്തിലൂടെയും അവരുടെ ഇടതു ഭാഗത്തിലൂടെയും അവരെ ഞാൻ പിഴപ്പിക്കാൻ ചെല്ലും അല്ലാഹ്. വലാ തജിദു അക്സറഹും ശാകിരീൻ അവരിൽ അധിക ആളുകളെയും നന്ദിയുള്ളവരായി എടുക്കുകയില്ല അല്ലാഹ്, നന്ദി പ്രകാശിപ്പിക്കുന്നവരായി നീ എത്തിക്കുകയില്ല അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിയിട്ട് പഠിപ്പിച്ചതാണ്, വലാ തജിദു അക്സറഹും ശാകിരീൻ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് പറയുകയാ, അധിക ജനങ്ങളെയും നിനക്ക് നന്ദിയുള്ളവരായി നീ എത്തിക്കുകയില്ല അല്ലാഹ്. ഇന്നത് സംഭവിച്ചില്ലയോ? ഇന്ന് നമ്മളിൽ എത്ര ആളുകളാണ് അല്ലാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കുന്നവർ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് പരിചയമില്ലയോ? ലം തുസുന്നതമൻ അഹ്യല്ലലാ മാഇലാ അനിസ്തകത ഖദമാ ഹുറമീൻ വറമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ സുന്നത്ത് നമസ്കരിക്കുകയാണ്. പാതിരാത്രി സമയത്ത് ഉറക്കിൽ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്ന് നമസ്കരിക്കുകയാ. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹിമഹുല്ലാഹ് അവിടുന്ന് ബുർഉദ്ദായിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, വലം തുസുന്നതമൻ അഹ്യല്ലലാ മാഇലാ അനിസ്തകത ഖദമാ ഹുറമീൻ വറമീ. പാതിരാത്രി സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് കെട്ടിയിട്ട് വീർത്തതാകുന്ന പ്രവാചകരുടെ തിരുസുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തവരാണെന്ന് ഇമാം ബൂസീരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അഥവാ നമുക്ക് സുന്നത്തുകൾ ഹയാത്താക്കാൻ കഴിയുന്നുണ്ടോ? ഫർളാക്കപ്പെട്ട 5 വഖത്ത് നമസ്കാരങ്ങൾ പോലും ചിട്ടവെക്കാത്ത സമൂഹമേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, തൗബ ചെയ്യണേ. മരിക്കുന്ന സമയത്ത് തൗബ ചെയ്താൽ തൗബ സ്വീകരിക്കില്ല. തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുന്ന സമയത്ത് നീ തൗബ ചെയ്തത് കൊണ്ട് വിശേഷമില്ല. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അല്ലാഹ് എനിക്ക് നമസ്കാരങ്ങൾ പാഴായി
കടമായിട്ടുണ്ട് അല്ലാ, നിനക്ക് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. കഴിഞ്ഞ റമദാനിലെ നോമ്പുകൾ ഖലായവർ, കഴിഞ്ഞ റമദാനിലെ നോമ്പുകൾ ഖലായവർ, കഴിഞ്ഞ റമദാനിലെ നിസ്കാരങ്ങൾ ഖലാ വീട്ടേണ്ടവർ ഈ റമദാനിന് മുമ്പായി ഖലാ വീട്ടുകയും നിസ്കരിച്ച് തീർക്കുകയും ചെയ്യണേ. കാരണം ഇനിയൊരു റമദാൻ നമുക്കുണ്ടാകുമോ എന്നുള്ള വിഷയത്തിൽ ആശങ്കയാണ്. ലോകത്തിന്റെ പോക്ക് അത്തരത്തിലുള്ള രീതികളാണ്. എത്രയോ അടയാളങ്ങളാണ് നമ്മൾ കണ്ടുപോയത്. കള്ളുകുടി അധികരിച്ചില്ലയോ, വ്യഭിചാരം അധികരിച്ചില്ലയോ, പലിശ അധികരിച്ചില്ലയോ, കള്ളുകുടിക്കുന്നതിലൂടെ പേക്കൂടുത്ത് നടത്തുന്നതാകുന്ന യുവാക്കൾ അധികരിച്ചില്ലയോ, വിവാഹ സുദിനത്തിൽ പോലും കള്ളും കഞ്ചാവുമായിട്ട് ചെറുപ്പക്കാര് അണിനിരന്നില്ലയോ, വധുവരന്മാര് പോലും കള്ളു കുടിച്ചുകൊണ്ട് ശവമഞ്ചമേന്തിക്കൊണ്ടുവരുന്നത് പോലെ ഇതാ മോശപ്പെട്ട രീതിയിൽ കടന്നു വരുന്നതായ ഒരു തലത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയല്ലയോ. നഊദു ബില്ലാഹ്. അതുകൊണ്ട് എല്ലാ ും വന്നിരിക്കുകയാണ്. തൗബ ചെയ്തുകൊണ്ട് കൂടണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. തൗബ ചെയ്യാതെ വിശേഷമില്ല. പരിശുദ്ധമായ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയും അത് തന്നെയാണ്. വലൈസത്തിത് തൗബ ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് قال إني تبت الآن قال إني تبت الآن ولا الذين يموتون وهم كفار أولئك اعتدنا لهم عذابا أليما. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവരെ, ലഹരി നുണഞ്ഞവരെ, പലിശയുമായി ബന്ധപ്പെട്ടവരെ, പാൻമരാഗ ചുണ്ടിനടിയിൽ ചവച്ചു വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുക്കലേക്ക് വന്ന് ആ ഭാര്യയുടെ ഇളങ്കാല് പിടിച്ചുകൊണ്ട് നിലത്തടിക്കാൻ തുനിഞ്ഞവരെ, ഭാര്യയെ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തവരെ, സ്വന്തം മക്കളെ ശകാരിച്ചവരെ, ചീത്ത വിളിച്ചവരെ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. എത്രയോ ചെറുപ്പക്കാരുണ്ട് പരിശുദ്ധമായ പവിത്രമായ പള്ളിയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഖതീബ് മിമ്പറിൽ നിന്നുകൊണ്ട് പറയുമ്പോ, വെള്ളിയാഴ്ച ദിനത്തിൽ ഇമാം മിമ്പറിൽ നിന്നുകൊണ്ട് ഉദ്ഘോഷിക്കുമ്പോ ഈ പള്ളിയുടെ രണ്ടാം നിലയിൽ കയറിയിരുന്നു കൊണ്ട് ചെറുപ്പക്കാര്, പാൻമരാഗ ചവച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാര്, അവസാന നിസ്കാരം തുടങ്ങുമ്പോൾ ചുണ്ടിനടിയിൽ നിന്ന് എടുത്തു കളയുന്ന പോക്കത്തിലേക്ക് ഇടുന്ന എത്രയോ മോശപ്പെട്ട മരീമസമായ സ്വഭാവമുള്ള വൈകൃതമുള്ള ചെറുപ്പക്കാരിന്ന് സമൂഹത്തിലില്ലയോ. തീർന്നില്ല. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മുഴുവനും ഒരുമിച്ചിരുത്തിയിട്ട് എക്സെൻഡർ ഓൺ ചെയ്തിട്ട് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ, മോശപ്പെട്ട സിനിമാ ഗാനങ്ങൾ വരെ, അള്ളാന്റെ പള്ളിയിൽ നിന്ന് സുന്ദരമായ നിസ്കാരം നടക്കുന്ന വേളകൾ പോലും ബ്ലൂടൂത്തിലൂടെയും എക്സെൻഡറിലൂടെയും മോശപ്പെട്ട സിനിമാ ഗാനങ്ങളും സിനിമാ പാട്ടുകളും പടച്ചറപ്പിന്റെ പള്ളിയിൽ വെച്ച് പോലും സെന്റ് ചെയ്താ മടിയില്ലാത്തതാകുന്ന ചെറുപ്പക്കാരില്ലയോ. ആ പള്ളിയിൽ കയറിയിരുന്നു കൊണ്ട് അശ്ലീലമാക്കപ്പെട്ട സംസാരങ്ങൾ സംസാരിക്കുന്നവരില്ലയോ. തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വലൈസത്തിത് തൗബ ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തു الآن قال إني تبت الآن. തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുമ്പോ, അല്ലാഹുവേ ഞാൻ തൗബ ചെയ്യുന്ന അല്ലാ, എന്റെ തൗബയെ സ്വീകരിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല സഹോദരാ. അതുകൊണ്ട് നിസ്കാരങ്ങളെ ചിട്ടുവെക്കണേ. നിസ്കാരങ്ങൾ ഒരു വഖത്ത് പോലും ഖളാ ആകാതെ ശ്രദ്ധിക്കണേ. എത്രയോ സഹോദരങ്ങളാണ് നമസ്കാരത്തെ പാഴാക്കിയവർ. എത്രയോ സഹോദരങ്ങളാണ് നിസ്കാരത്തെ ഒരുമിച്ച് കൂട്ടി നിസ്കരിച്ചവര്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ജമഅ ബൈന സ്വലാത്തൈനി ബിലാ ഉദ്ർ ഫഖദ് അതാ ബാബൻ അളീമൻ മിൻ അബ്വാബിൽ കബായിർ. രണ്ട് നമസ്കാരങ്ങളെ അകാരണമായി അഥവാ യാത്ര കാരണമാണ് യാത്രയിൽ രണ്ട് നമസ്കാരങ്ങൾ ചേർത്ത് നമസ്കരിക്കൽ അനുവദനീയമാണ്. യാത്രയല്ലാത്ത അല്ലെങ്കിൽ അതുപോലത്തെ കാരണങ്ങളല്ലാത്ത
അകാരണമായി നമസ്കാരങ്ങളെ ചേർത്ത് നമസ്കരിക്കുന്നവരെ ഫഖദ് അതാ ബാബൻ അളീമൻ മിൻ അബ്വാബിൽ കബായിർ, വൻ പാപങ്ങളുടെ ലിസ്റ്റാണ് അവൻ തുറന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതൊരു വലിയ തെറ്റായി മനസ്സിലാക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം നിസ്കാരം പരിചയപ്പെടുത്തിയ പ്രവാചകൻ തന്നെ, നിസ്കാരം നമ്മുടെ കൈകളിലേക്ക് നൽകിയ അള്ളാഹു തന്നെ ആ നിസ്കാരം എപ്പോഴാണ് നിർവഹിക്കേണ്ടത്, ഏത് സമയത്താണ് നിർവഹിക്കേണ്ടതെന്ന് നിർണിതമായ സമയം നമുക്ക് നിശ്ചയപ്പെടുത്തിയിരിക്കുകയാണ്. ആ നിജപ്പെടുത്തിയ നിർണയപ്പെടുത്തിയ സമയത്തല്ലാതെ നിന്നെ നമസ്കാരത്തെ നീ കൊണ്ടുവന്നാൽ ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. നമസ്കാരത്തെ ഫസാദാക്കരുതേ, നമസ്കാരത്തിന്റെ അമാലുകളെ ഗൗനിക്കാതിരിക്കരുതേ. ആ നമസ്കാരത്തിൽ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തണേ, ശ്രദ്ധ ചെലുത്തണേ. നമസ്കാരത്തെ ചിട്ടവെക്കുന്നതായ സഹോദര സഹോദരിമാരെ, നിങ്ങൾക്ക് കിട്ടുന്ന കൂലി ചെറുതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. തീർച്ചയായും നമസ്കാരങ്ങളെ നിലനിർത്തുന്ന ആളുകൾ, നമസ്കാരങ്ങളെ കൃത്യത വെക്കുന്ന ആളുകൾ, രാവിലെ സുബഹിക്ക് തന്നെ അലാറം വെച്ചുകൊണ്ട് കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾ, അവർക്ക് കിട്ടുന്നതായ നേട്ടം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ്. അവർ അനന്തരമെടുക്കുന്നവരാണ്. അവർ അനന്തരമെടുക്കുന്നത് ചിങ്ങോരിയിലുള്ള 10 സെന്റ് ഭൂമിയല്ല. വാപ്പ മരിച്ചപ്പോ മകന് വേണ്ടി വാപ്പ ബാക്കി വെച്ചതാകുന്ന 10ഓ 15ഓ ഏക്കറല്ല, 10ഓ 15ഓ സെന്റ് ഭൂമിയല്ല. നങ്ങ്യാൾ കുറങ്ങര ടൗണിൽ ഒരു കടമുറി എൻ്റെ പൊന്നുമോനുണ്ട്, അതെന്റെ മകനുള്ളതാണെന്നുള്ള വാപ്പയുടെ അനന്തരത്തെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. മനുഷ്യ, നിന്റെ പ്രിയപ്പെട്ട അമ്മ മരിക്കുമ്പോ ആ അമ്മയുടെ കഴുത്തിൽ കിടന്ന താലിയെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. അമ്മയുടെ കാതിൽ കിടന്ന അലിക്കത്തിനെ കുറിച്ച, കമ്മലിനെ കുറിച്ചല്ല കുമ്മന മുസ്താദ് നിങ്ങളോട് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഖുർആൻ ഓതി പറയുന്നത്, ഉലൈക ഹുമുൽ വാരിസൂൻ. അവർ അനന്തരമെടുക്കുക, അല്ലദീന യരിസൂനൽ ഫിർദൗസ്. ഫിർദൗസ് എന്ന സ്വർഗ്ഗമാണ്, ഫിർദൗസ് എന്ന സ്വർഗ്ഗമാണെന്ന് വിശുദ്ധ ഖുർആൻ. ആർക്കാണ് സഹോദര ഫിർദൗസ് എന്ന സ്വർഗ്ഗം കിട്ടുക? നമസ്കാരത്തെ ചിട്ടവച്ചവനാണ്, നമസ്കാരത്തെ ചിട്ടവച്ചവനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഫർളാക്കപ്പെട്ട 5 വഖത്ത് നമസ്കാരങ്ങൾ ചിട്ടവച്ചു എന്ന് മാത്രമല്ല, അതിന് മുമ്പും ശേഷവുമുള്ളതായ റവാത്തിബ് സുന്നത്തുകൾ ചിട്ടവച്ച മനുഷ്യനാണ്. ദുഹാ നമസ്കാരം കൃത്യത വെക്കുന്ന പ്രവാചകനാണ്. വിത്ർ നമസ്കാരം 11 നമസ്കരിക്കുന്ന പ്രവാചകനാണ്. ഇന്നും എത്രയോ പേര് വിത്ര നമസ്കാരം മടിയുള്ളവരുണ്ട്. പാടില്ല പാടില്ല, അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കാതെ കടന്നിട്ടില്ല. 11 റക്അത്ത് വിത്ര നമസ്കരിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ അടുക്കൽ ചെല്ലുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി സ്വലാത്തുകൾ ഉരുവിട്ടതാകുന്ന പ്രവാചകർ ഇതാ ഉറക്കം അല്പനേരം ഉറങ്ങിയിട്ട് വീണ്ടും എഴുന്നേറ്റുകൊണ്ട് ഒതുവെടുത്തുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിഹ ഓതിയിട്ട് ആദ്യത്തെ റക്അത്തിൽ അൽ ബഖറ ഓതുകയാണ്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് ആലി ഇംറാൻ സൂറത്ത് ഓതുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കാരമല്ലാത്തപ്പോൾ പോലും അൽ ബഖറ സൂറത്ത് പരിപൂർണമായി ഓതാത്തവർ എൻ്റെ മുന്നിലുണ്ടാകും. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പല പ്രാവശ്യം ഓതിത്തിരിക്കുകയാണ്. അൽ ബഖറ സൂറത്ത് 1-ാമത്തെ റക്അത്തിൽ ഓതുന്ന പ്രവാചകൻ രണ്ടാമത്തെ റക്അത്തിൽ ആലി ഇംറാൻ സൂറത്ത് ഓതുകയാണ്. വീണ്ടും എഴുന്നേറ്റ് കൈകെട്ടിയ പ്രവാചകൻ സൂറത്തുൻ നിസാ ഓതുകയാണ്. എത്ര ദൈർഘ്യതയുള്ള സൂറത്താണ്. 4-ാമത്തെ റക്അത്തിൽ മാഇദ സൂറത്ത് ഓതുകയാണ്. റുകൂകൾ അധികരിപ്പിക്കുകയാണ്. സ്വഹാബത്ത് പറയുകയാണ്, നബി തങ്ങൾ റുകൂയിൽ തന്നെ മരണപ്പെട്ടു എന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വിധത്തിൽ അനക്കമില്ലാത്ത നിലയ്ക്ക് പ്രവാചകൻ റുകൂയിൽ കടക്കുകയാണ്. പ്രവാചകൻ സുജൂദിൽ വന്ന് വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്. കുറെ നേരം പ്രവാചകന്റെ ഏങ്ങിക്കരച്ചിൽ കേൾക്കാൻ സാധിക്കുന്നു. പിന്നെ അനക്കമില്ലാതെ വരുമ്പോ ഞങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചു പോകും, നബിയേ അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയോ? അത്രമാത്രം സുജൂദിൽ കിടക്കുകയാണ്. അങ്ങനെ സുജൂദിൽ കിടക്കുന്ന പ്രവാചകർ നിന്ന് നമസ്കരിച്ച് വലിയ ദൈർഘ്യതയുള്ള സൂറത്തുകൾ ഓതി അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് നീര് കെട്ടി വീർക്കുകയാണ്. ബീവറേജിന്റെ മുന്നിൽ കൂനിന്നിട്ട് കാല് നീര് കെട്ടി വീർത്ത കഥയല്ല. ഏതെങ്കിലും കോളേജ് കുമാരിമാരെ കാണാൻ വേണ്ടി മണിക്കൂറുകളോളം കോളേജിന്റെ മുന്നിൽ പോയി വരാന്തയിൽ നിന്നുകൊണ്ട് 350 ബുള്ളറ്റ് എടുത്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട കാമുകിയൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും റോഡിൽ നിന്ന് ഒരു കാമുകന്റെ കഥയല്ല കുമ്മനം ഉസ്താദ് പറയുന്നത്. മറിച്ച് ഈ ലോകത്തിന്റെ തമ്പുരാനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ, കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബുണ്ടല്ലോ. ആ പടച്ചറബിന്റെ മുന്നിൽ അങ്ങ് സ്നാനം ചെയ്തുകൊണ്ടിതാ മുസല്ല വിരിച്ചിട്ട് അള്ളാന്റെ കോടതിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ലോകം മുഴുവനും ഉറങ്ങുന്ന നേരത്ത് നിർനിദ്രനായി ഉറക്കമില്ലാതെ നിന്നുകൊണ്ട് പടച്ചറബിന്റെ മുന്നിലേക്ക് നിസ്കരിച്ച ഒരു പ്രവാചകനെ കുറിച്ചാ പറയുന്നത്. കാല് നീര് കെട്ടി വീർക്കുകയാണ്. ഇന്ന് കാലിൽ ഒരു ചെറിയ ആണി തറച്ചിട്ട് ഒരു ചെറിയ ബാൻഡേഡ് ചുറ്റുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കസേര വലിച്ചു കൊണ്ടുവന്ന് പള്ളിക്കകത്ത് കസേരയിട്ട് നമസ്കരിക്കുന്നവനെ കുറിച്ചല്ല കുമ്മനം ഉസ്താദ് പറയുന്നത്. മറിച്ച് നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് കെട്ടി വീർക്കുകയാണ്. വെറുതെ എവിടെയെങ്കിലും പോയി രോഗശയ്യായിട്ട് കസേരയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവനെ കുറിച്ചല്ല, മറിച്ച് നിസ്കരിച്ചിട്ടാണ് കാലിൽ നീര് കെട്ടി വീർക്കുന്നത്. എന്താണ് നിസ്കരിക്കുന്നത്? ഇതേതെങ്കിലും ഫർദ് നമസ്കാരം ഖളാ വീട്ടുകയല്ല. നമ്മുടെ ഫർദാക്കപ്പെട്ട നമസ്കാരങ്ങളെ ഖളാ വീട്ടിയാൽ ഒരു പക്ഷേ കാലുകൾ നീര് കെട്ടി വീർത്തു പോകും. അത്രമാത്രം നമസ്കാരങ്ങൾ ഖളാ ഉള്ള മുസ്ലിമല്ലയോ, മുസ്ലിമത്തല്ലയോ? തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുന്നത് റവാത്തിബായ സുന്നത്ത് നമസ്കാരങ്ങളല്ല, അഥവാ ഫർദാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷവുമുള്ള നമസ്കാരവുമല്ല, ദുഹാ നമസ്കാരമല്ല, മഗ്രിബ് കഴിഞ്ഞിട്ടുള്ള അവ്വാബി നമസ്കാരമല്ല. ഇതൊന്നും പ്രവാചകർ ഡെയിലി ചെയ്യുന്നതാണ്. ഇതൊന്നുമല്ല പ്രവാചകനെ കാലുകെട്ടി നീരുകെട്ടി വീർക്കാൻ കാരണം. മറിച്ച് പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചിട്ട് നിന്ന് നമസ്കരിച്ചതിന്റെ പേരിൽ പ്രവാചകന്റെ കാല് നീരുകെട്ടി വന്നപ്പോ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ നബിയേ, വഖദ് റഖസല്ലാഹു ലക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ പറഞ്ഞിട്ടില്ലയോ? അവിടുത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നല്ലയോ? വഖദ് ഗഫറല്ലാഹു ലക് മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. അവിടുത്തെ മുൻപാപങ്ങളും പിൻപാപങ്ങളും പൊറുക്കപ്പെട്ടു എന്ന് സൂറത്തുൽ ഫത്ഹിലൂടെ തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയതല്ലയോ? പിന്നെന്തിനാണ് പ്രവാചകരെ ഇങ്ങനെ വിഷമിച്ച് കാലിൽ നീര് കെട്ടി നമസ്കരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിയാകുന്ന മഹദി ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി കർണപുടമുള്ള പ്രിയപ്പെട്ട ചെങ്ങോരിയിലുള്ള മന്ദരമാതുരമാകുന്ന സുന്ദരമാക്കപ്പെട്ട വീടുകളിൽ ആലസ്യത്തോടുകൂടി മടിഞ്ഞിറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ,
ഉമ്മമാര് കാതുകൊടുത്ത് കേൾക്കേണ്ട വചനമാണ്. അമ്പരചുംബികൾ മണിമേടുകൾ ഉല്ലസിക്കുന്നവരെ, മാളിക സൗധങ്ങൾ പണിതുയർത്തിക്കൊണ്ട് രമ്യഗേഹങ്ങളിൽ പുതച്ചുറങ്ങുന്നവരെ, കേൾക്കേണ്ട വചനമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള അടിമയായി ഞാൻ മാറണ്ടയോ ആയിഷ, നന്ദിയുള്ള അടിമയായി മാറണ്ടയോ ആയിഷ. ആരാണ് സഹോദരായി ചോദിക്കുന്നത്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവൻ കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാക വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി തന്നെ പറയുകയാണ്, മാശബിയ ആല മുഹമ്മദിൻ മിയൗമൈനി ഖുബ്സാ, 2 ദിവസം തുടർച്ചയായി പ്രവാചകന്റെ കുടുംബത്തിൽ പത്തിരി കഴിച്ച ചരിത്രമുണ്ടായിട്ടില്ല. അഥവാ ഒരു ദിവസം ഒരു നേരം പത്തിരി ഉണ്ടെങ്കിൽ അടുത്ത 2 നേരം പട്ടിണിയാണ്, പിറ്റത്തെ ദിവസം മുഴുപട്ടിണിയാണ്, അടുത്ത ദിവസം 3-ാമത്തെ ദിവസം ഒരു നേരം പത്തിരി കഴിക്കും, പിന്നീട് മുഴുവൻ പട്ടിണിയാണ്, അടുത്ത ദിവസം മുഴുപട്ടിണിയാണ്. ഇങ്ങനെയാണ് പ്രവാചകന്റെ ജീവിതം കഴിഞ്ഞു പോയത്. ആയിഷ ബീബി ലോകത്തോട് പറയുകയാ, ഞങ്ങളുടെ വീട്ടിൽ പട്ടിണി കാരണമായിട്ട് അയൽവാസികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണ തലികയുമായി വരാതിരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ സമൂഹമേ? ഞങ്ങളുടെ അടുപ്പിൽ കൊണ്ടുപോയി പഴംതുണി തുരുകി വെച്ചിട്ട് ആ പഴംതുണി തീയിട്ട് കരിക്കുകയാണ്. അടുപ്പിലൂടെ പുക പുറത്തേക്ക് വിടുകയാണ്. അടുപ്പിലൂടെ പുക പുറത്തേക്ക് പോകുന്നത് കാണുമ്പോ അയൽവാസികളെ തെറ്റിദ്ധരിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഇന്നും എന്തോ സുഭിക്ഷതയുണ്ട്, ഇന്നും അരി വെച്ചിട്ടുണ്ട്, ഇന്നും ഗോതമ്പുണ്ട്, ഇന്നും നല്ല ഭക്ഷണമുണ്ട്, ഇന്നും വയറു നിറച്ച് കഴിച്ചിട്ടുണ്ടെന്ന് അയൽവാസികളെ പോലും പട്ടിണി അറിയിക്കാതെ ജീവിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആ പ്രവാചകന് പറയുകയാണ്, ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ, അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ളൊരടിമയായി മാറണ്ടയോ ആയിഷ, നന്ദിയുള്ളൊരടിമയായി മാറണ്ടയോ ആയിഷ. ചിങ്ങോലിയിലുള്ള പ്രിയപ്പെട്ട സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട അത്താമ്മ, നമ്മുടെ മക്കൾക്ക് എന്ത് നമ്മൾ കൊടുത്തു? നമ്മുടെ മക്കൾക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ നമ്മൾ കൊടുത്തു. നേരം വെളുത്ത് രാവിലെ വശക്കുന്നു ഉമ്മ എന്ന് പറയേണ്ട താമസം നല്ല ഭക്ഷണത്തളിക അവന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്ന അത്ത, സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞു വിടുന്ന അമ്മമാര്, ടിഫിൻ ബോക്സ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്ന പ്രിയപ്പെട്ട അമ്മ, അത് കഴിച്ചില്ലെങ്കിൽ മക്കളോട് ശാഠ്യം പിടിക്കുന്ന അമ്മ, വൈകുന്നേര സമയമാകുമ്പോൾ വിശക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നല്ല കടി ഭക്ഷണം കൊണ്ടുവന്ന് മകന് വെച്ച് കൊടുക്കുന്ന പ്രിയപ്പെട്ട അമ്മ, രാത്രി എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് 8 മണിയാകുമ്പോൾ തന്നെ നല്ല ഭക്ഷണത്തളികവന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്ന പ്രിയപ്പെട്ട അത്തമാരെ, അമ്മമാരെ, നമ്മുടെ മക്കളെ നമസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളെ നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ? 5 വഖത്ത് നമസ്കാരങ്ങൾ ചിട്ടവെക്കാത്ത ഒരു മക്കളെയും നമ്മുടെ വീട്ടിൽ നമ്മൾ നല്ല രീതിയിൽ നിലനിർത്തണേ. ആ മക്കൾക്ക് കൃത്യമായിട്ട് നമസ്കാരം ശീലം വെക്കണേ, ശീലം വെക്കണേ. അതുകൊണ്ടല്ലയോ പ്രവാചകൻ പഠിപ്പിച്ചത്, 7 വയസ്സെത്തുമ്പോ നിങ്ങളുടെ മക്കളെ നിസ്കാരം പഠിപ്പിക്കണേ. മറ്റൊരു അമലും മക്കളോട് പറയുന്നില്ല. അവരെ പുറത്തു പോയി ഭക്ഷണത്തളി കൊണ്ടുവരണമെന്ന് 7 വയസ്സുള്ള പൊന്നുമോനോട് പറയാൻ ഇസ്ലാം പറയുന്നില്ല. മറിച്ച് മകനോട് 7 വയസ്സുള്ള പൊന്നുമോനോട് നിസ്കാരം ശീലമാക്കണേ. കഴിയുന്നില്ല 10 വയസ്സെത്തിയിട്ടും അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ അടി കൊടുത്തിട്ടെങ്കിലും നിസ്കരിപ്പിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മക്കളെ പിഴച്ചു പോയാൽ സർവ്വതും പിഴച്ചുപോയി. നമ്മൾ എത്ര കോടികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടൂല. നമ്മുടെ മക്കള് സാലിഹാകണേ, നമ്മുടെ മക്കള് ആബിദാകണേ, അവർ നിസ്കാരമുള്ളവരാകണേ. മൻ ഹാഫള സ്വലാത കാനത് ലഹു നൂർ വബുർഹാനുൻ വനജാതുൻ വശഫീഉൻ യൗമൽ ഖിയാമ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരൊരുവൻ നിസ്കാരം കൃത്യത വെച്ചിട്ടുണ്ടോ, ആരൊരുവൻ നിസ്കാരം ചിട്ട വെച്ചിട്ടുണ്ടോ, ആ നമസ്കാരം അവന് പ്രകാശമാണ്. ബശ്ശിരിൽ മശാഈന ഫിൽ ളുലമി ബിന്നൂരി താമി യൗമൽ ഖിയാമ. മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഈ ദുനിയാവിൽ ഇരുളിലൂടെ കടന്നു വന്നുകൊണ്ട് നമസ്കരിച്ചവരെ നിങ്ങൾക്ക് നാളെ ഖബറിൽ എഴുന്നേറ്റ് പോകുമ്പോൾ പ്രകാശമാണ്, പ്രകാശമാണ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم بشراكم اليوم. ഖബറിൽ നിന്ന് നാളെ മഹ്ശറയിലേക്ക് എഴുന്നേറ്റ് പോകുന്ന മുഅ്മിനീങ്ങൾ അവർക്കതാ പ്രകാശമാണ്, പ്രകാശമാണ്. അവർ പ്രകാശത്താൽ ഇതാ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അഥവാ നമ്മൾ നമസ്കരിച്ച നമസ്കാരം ഇതാ പ്രകാശം കൊണ്ട് വലയം തീർത്തിരിക്കുകയാ. ആ പ്രകാശത്തിന്റെ ഉള്ളിലാണ് നീ ഉള്ളതെന്ന് വിശുദ്ധ ഖുർആൻ. അതിലൂടെ തന്നെ നിനക്ക് മഹ്ശറയിൽ രക്ഷയാണ്, നിനക്ക് ലക്ഷ്യമാണ്, നിനക്ക് തെളിവാണ്. നിനക്ക് പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയിലൂടെ കടന്നുകൊണ്ട് തന്നെ നിനക്ക് മഹ്ശറ പേടിക്കേണ്ടതില്ല. നിനക്ക് നിസ്കാരം ശഫീആണ്, നിന്നെ സ്വർഗത്തിലേക്ക് കടത്താൻ ശുപാർശകനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വമൻ ലം യുഹാഫിദ് അലൈഹാ, ആരവൻ നമസ്കാരത്തെ ഗൗനിച്ചില്ലയോ, നമസ്കാരത്തെ അലസത വെച്ചിട്ടുണ്ടോ, ആ മുസ്ലിയാർ അങ്ങനെ പറയുന്നുണ്ട്. എനിക്കത് കേൾക്കാൻ സമയമില്ല, എനിക്ക് സിനിമാ പാട്ടുകൾ കേൾക്കണം, എനിക്ക് സിനിമാ ഗാനങ്ങൾ കേൾക്കണം, എനിക്കൊരു സിനിമാ നടിയാകണം, എനിക്ക് മോശപ്പെട്ട രീതിയിൽ ജീവിക്കണം, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ പുറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ട് എനിക്ക് റോഡിലൂടെ കറങ്ങി നടക്കണം, എനിക്ക് കാമുകന്മാരുമായി വീഡിയോ ചാറ്റിംഗ് നടത്തണം, എനിക്ക് എൻ്റെ കൂട്ടുകാരുമായി കറങ്ങി നടക്കണം, എനിക്ക് ബീച്ച് റോഡിൽ രമ്യഹം നടത്തണം, എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ വിലപ്പെട്ട കന്യകത്വം എനിക്ക് മറ്റുള്ളവർക്ക് നൽകണം, ആരും എന്നെ എതിർക്കരുത്, എനിക്ക് എൻ്റെ ജീവിതം നയിക്കണം, എനിക്ക് ഇതേ കോലത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞ് നമസ്കാരത്തെ ചിട്ടപ്പെടുത്താത്ത സഹോദരി, നമസ്കാരത്തെ ചിട്ടപ്പെടുത്താത്ത സഹോദര, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലം തകുല്ലഹു നൂർ, അവന് ഖബറിൽ എഴുന്നേൽക്കുമ്പോൾ ഇരുളാണ്, അവന് പ്രകാശമില്ല. അതുകൊണ്ട് തന്നെ വലാ നജാത്ത്, ഒരു രക്ഷയുമില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഈ ദുനിയാവിൽ നിന്നെ നിസ്കരിക്കണ്ടടാ, പള്ളിയിലേക്ക് പോകണ്ടടാ, എടാ തിയേറ്ററിലേക്ക് പോകാമടാ, പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടടാ, ജുമഅയ്ക്ക് പോകണ്ടടാ, എൻ്റെ കൂടെ വാ, ഞാൻ ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞ് നിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയവൻ, നിന്നെ വ്യഭിചാരശാലയിലേക്ക് കൊണ്ടുപോയവൻ, നിന്നെ മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയവൻ, നിന്നെ സിഗരറ്റ് വലിപ്പിച്ചവൻ, നിന്നെ ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കാൻ ഒളിച്ചു നിൽക്കാൻ പഠിപ്പിച്ചതായ കൂട്ടുകാര്, ഒരാൾ പോലും നിനക്ക് കുടവരാത്ത, ഒരാൾ പോലും രക്ഷയ്ക്ക് വരാത്ത മഹ്ശറിയുടെ ദിനത്തെ പറ്റി ഖുർആൻ പറയുകയാണ്, വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണ വരൂല. അന്ന് നീ നിസ്കരിച്ചിട്ടുണ്ടോ, നിനക്ക് രക്ഷയാണ്, രക്ഷയാണ്. നിസ്കരിച്ചിട്ടില്ലയോ, ഇരുൾ മുറ്റപ്പെട്ട ജീവിതമാണ്, ഇരുൾ മുറ്റപ്പെട്ട ജീവിതമാണ്. നിനക്കൊരു രക്ഷയുമില്ല, നിനക്കൊരു ലക്ഷ്യവുമില്ല. തീർന്നില്ല, തീർന്നില്ല. വലാ നജാത്തുൻ വലാ ശഫീ, നിനക്കൊരു ശുപാർശകനെയും എത്തിക്കാൻ സാധിക്കില്ല. നിനക്ക് നമസ്കാരം ശുപാർശകനായി വരികയില്ല, നിന്നെ രക്ഷിക്കാൻ ഒരാളുമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.